നമസ്കാരം. ആർട്ട് ഓഫ് ബിസിനസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഈ വിഷയത്തിൽ നമ്മൾ 2 വീഡിയോ കവർ ചെയ്ത് കഴിഞ്ഞു. ടെർമിനോളജി പ്രധാനമായിട്ടും നമ്മളൊരു ബിസിനസ് ഡെയിലി, മാഗസിൻ, ബിസിനസ് ചാനൽ, വെബ്സൈറ്റുകൾ, NSE.com, മണി കൺട്രോൾ തുടങ്ങിയ വെബ്സൈറ്റുകൾ ഇവയൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ഒരുപക്ഷെ നമ്മൾ കണ്ടെത്താൻ സാധ്യതയുള്ള ചില ടെർമിനോളജികൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റിൽ ആർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതിന് അത്രമാത്രം പാണ്ഡിത്യം ആവശ്യമുണ്ട്, അത്രയൊന്നും ആവശ്യമില്ല നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. വളരെ റിച്ച് ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. എത്ര ചെറിയ തുക വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഏതൊരു സാധാരണക്കാരനും വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ചെയ്യാവുന്ന, വളരെ ലെജിറ്റിമേറ്റായിട്ട് നിയമാനുസൃതമായി മാത്രം ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ ഭാഗം എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എപ്പോൾ ഏത് ഷെയറുകൾ ഏത് റേറ്റിന് വാങ്ങണം എന്നുള്ളതാണ്. ഒരുപക്ഷെ സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസിൽ ഏറ്റവും വിഷമമേറിയ ഒരു ഭാഗവും ഇത് തന്നെയായിരിക്കും. ഏത് ഷെയർ വാങ്ങണം, അത് എപ്പോൾ വാങ്ങണം, എപ്പോൾ സെല് ചെയ്യണം, ഇത് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ബുദ്ധിമുട്ടായ ഘടകം. എപ്പോഴും ശരിയാകാൻ സാധ്യതയില്ലാത്തതും ഈ ഭാഗം തന്നെയായിരിക്കും. മറ്റു ഭാഗം ടെർമിനോളജി, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇതെല്ലാം എല്ലാവർക്കും പക്കയായിരിക്കും. അതിൻ്റെ തെറ്റുകൾ വരാനുള്ള സാധ്യതയില്ല. തെറ്റുകൾ വരാൻ സാധ്യതയുള്ളത് വെൻ ടു ബൈ ഓർ വെൻ ടു അറ്റ് വാട്ട് പ്രൈസ് വി ക്യാൻ സെൽ ദ ഷെയർസ്, ഇവിടെയാണ് തെറ്റ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ശരിയായിരിക്കണമെന്നൊന്നുമില്ല. ഒരു ഗൈഡ് ലൈൻസ് തരാൻ മാത്രമാണ് ഈ ഭാഗങ്ങൾ ഉപകരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഓക്കെ, വിഷയത്തിലേക്ക് പോയാൽ കൺസിഡർ നമ്മളൊരു ഷെയർ വാങ്ങുക അഥവാ ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ നമ്മൾ ബൈങ്ങിനെ കുറിച്ച് ആദ്യമായിട്ട് പറയാം. എപ്പോഴാണ് ഒരു ഷെയർ വാങ്ങാൻ കഴിയുക? നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാവും, ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്ന, മാർക്കറ്റെല്ലാം താഴെ നിൽക്കുന്ന ഒരു സമയം നോക്കിയിട്ട് ബൈ ചെയ്യാം. പക്ഷേ അത് വളരെ വിഷമം പിടിച്ച ഒരു ജോലിയാണ്. ഇനിയും താഴത്തേക്കാണോ, ഇനിയും മാർക്കറ്റ് പുതിയ ലോ എത്തിപ്പിടിക്കാൻ പോകുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പിന്നെ നമുക്കപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം, ഒരു പക്ഷേ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെല്ലാം ഘടകങ്ങളാണുള്ളത്. ഒരുപക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാകാം ഗവൺമെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി, പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെൻറ് സ്റ്റെബിലിറ്റി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, നല്ലൊരു ദീർഘവീക്ഷണമുള്ള ലോങ് ടൈം, ഈവൻ ഗവൺമെൻറ് വീഴാത്തൊരു സാഹചര്യം ഉണ്ടാവുക, ലോങ് ടൈം വ്യൂ ഉണ്ടാകുന്ന ഗവൺമെൻറ് ഉണ്ടാവുക എന്നുള്ളൊരു സ്റ്റെബിലിറ്റിയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരുപക്ഷെ അങ്ങനെ സാഹചര്യമാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് മൺസൂൺ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഗുഡ് മൺസൂൺ നമ്മൾക്ക് ഒരുപക്ഷെ ഇക്കണോമിക്ക് ആസ് എ ഹോൾ വളരെ നല്ലതാണ്, കമ്പനികൾക്ക് നല്ലതാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷമുള്ള ഫാർമേഴ്സിന് നല്ലതാണ്. ഫാർമേഴ്സിൻ്റെ അതിൽ ബൈയിങ് കപ്പാസിറ്റി ഉണ്ടാകുമ്പോൾ അത് അവർ കൺസ്യൂമറായിട്ട് മാറുമ്പോൾ അത്തരം അവർ ഉപയോഗിക്കാൻ പോകുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് വളരെ ബെനിഫിറ്റാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഒരുപക്ഷെ താഴെ പോകും, ഇൻഫ്ലേഷൻ ഒരുപക്ഷെ താഴെ പോകും. ഇൻഫ്ലേഷൻ താഴെ വരുന്നതും ഇൻട്രസ്റ്റ് റേറ്റ് താഴെ വരുന്നതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിന് വളരെയധികം ബെനിഫിറ്റാണ്. അത് പല രീതിയിൽ തന്നെ ബെനിഫിറ്റാണ്. ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ റിലേറ്റഡ് ആണ് സ്റ്റോക്ക് പ്രൈസായിട്ട്. ഒരുപക്ഷെ നമുക്ക് അറിയാം, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം പല ഷെയർസിൽ മാത്രമല്ല, അയാൾക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അയാൾക്ക് സ്വർണം വാങ്ങാം, അയാൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ പല ഓപ്ഷൻസാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഹൈ ആണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ഏറ്റവും സേഫായിട്ട് നഷ്ടസാധ്യതയില്ലാത്ത സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഒരു റിസ്ക് ഗെയിമാണ്. നമ്മുടെ എല്ലാ വീഡിയോയിലും ഒരുപക്ഷെ എല്ലാ അനലിസ്റ്റുകളും ആദ്യമായിട്ട് പറയുന്ന ഡിസ്ക്ലെയിമറാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഒരുപക്ഷെ ബാങ്ക് ഡെപ്പോസിറ്റ് 99.9% സേഫാണ്. സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണെങ്കിൽ മനുഷ്യർ പോകാനിടയുണ്ട്. അപ്പോൾ ധാരാളം ഇൻവെസ്റ്റേഴ്സ് സേഫായ ബാങ്ക് ഡെപ്പോസിറ്റിലേക്ക് പോയാൽ ഷെയർസ് വാങ്ങാൻ ആളുകളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം കുറയും. ആ എണ്ണം കുറയുക, ആ ഡിമാൻഡ് കുറവ് സ്റ്റോക്ക് മാർക്കറ്റിന് താഴേക്ക് പോകും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നൊരു പ്രധാന ഘടകമാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ടെർമിനോളജിക്ക് അപ്പുറമായിട്ട് നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. മറ്റൊരു കാര്യം കൂടെ, ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് വരികയോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആവുകയോ ചെയ്യുമ്പോൾ സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് വരികയാണെങ്കിൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും. കാരണം മിക്ക കമ്പനികളും
അവരുടെ ഇക്വിറ്റിക്ക് തുല്യമായ അത്രയും തന്നെ കടത്തിലാണ്, അത്രയും തന്നെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിൽ എടുത്തിട്ടായിരിക്കും, അത് ലിവറേജ് എടുത്തിട്ടായിരിക്കും മിക്ക കമ്പനികളും തന്നെ വർക്ക് ചെയ്യുക. ഈ സാഹചര്യത്തിൽ എന്താവും, ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 10% കയറി നിന്ന് കഴിഞ്ഞാൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും, പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ ഹൈ. അവർ വലിയൊരു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട, അവർ എക്സ്പെൻസ് ആയിട്ടുള്ള വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു പക്ഷേ സപ്പോസ് നമുക്ക് 10,000 കോടി രൂപ കടമെടുത്തിട്ടുള്ള ഒരു കമ്പനി ഉണ്ടായിരിക്കുക. ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ 10% ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ട സാഹചര്യം വന്നാൽ 1,000 കോടി രൂപ അവർ ഇൻട്രസ്റ്റ് എന്നതിലേക്ക് മാറ്റി വയ്ക്കേണ്ടി വരും. ഒരു പക്ഷേ ഇൻട്രസ്റ്റ് കുറഞ്ഞ ഒരു 6% ഇൻട്രസ്റ്റ് കിട്ടാനിടയുള്ള ഒരു സാഹചര്യം വന്നാൽ 600 കോടി രൂപ മാത്രമാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് കമ്പനിയുടെ പ്രോഫിറ്റിലേക്ക് വലിയൊരു കോൺട്രിബ്യൂഷൻ ലോ ഇൻട്രസ്റ്റ് തരുമെന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഇൻവെസ്റ്റേഴ്സായ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യണോ, അഥവാ മറ്റ് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ള ഒരു ഓപ്ഷൻ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആക്കുമ്പോൾ അതിലേക്ക് തിരഞ്ഞെടുക്കും. ഇൻട്രസ്റ്റ് ലോ ആണെങ്കിൽ സ്റ്റോക്കിലേക്ക് തിരിഞ്ഞാലോ എന്ന് ചിന്തിക്കാനുള്ള സാഹചര്യം ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം. രണ്ടാമതൊന്ന്, കമ്പനികൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ പ്രോഫിറ്റ് കൂടിയ കമ്പനികൾക്ക് പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ ഒരുപക്ഷെ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റോക്കിലേക്ക് ആകർഷിക്കപ്പെടാനിടയുണ്ട്. ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണെങ്കിലോ പ്രോഫിറ്റ് താഴത്തേക്ക് പോകാനായിട്ട്, പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് കുറച്ച് ഷൈ ആവും. പ്രോഫിറ്റ് കുറയാണ്, കമ്പനിയുടെ പെർഫോമൻസ്, നെറ്റ് പ്രോഫിറ്റ് പെർഫോമൻസ് മോശമാണ്, അതുകൊണ്ട് ഞാൻ ഷെയർ വാങ്ങുന്നില്ല, ഷെയർ സെല്ല് ചെയ്തിട്ട് മാറാനുള്ള ടെൻഡൻസി. അപ്പോൾ ഇൻട്രസ്റ്റ് ഇതിനകത്ത് വളരെ പ്രധാനമാണ്, ഒരു ഘടകമാണ്. മറ്റൊരു കാര്യം കൂടെ ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയാൽ ഡെപ്പോസിറ്റർക്ക് മാത്രമല്ല, കമ്പനിക്ക് മാത്രമല്ല, കൺസ്യൂമർ പോയിന്റിലും അതൊരു പ്രധാന ചലഞ്ചാണ്. കൺസ്യൂമറായ നമ്മളെല്ലാം ഓരോ കൺസ്യൂമറാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാർ ലോൺ ആവശ്യമുണ്ടെങ്കിൽ, ഹൗസിംഗ് ലോൺ ആവശ്യമുണ്ടെങ്കിൽ, ഒരു എൻ്റർപ്രണർഷിപ്പിന് ആവശ്യമുണ്ടെങ്കിൽ എല്ലാം തന്നെ അവരുടെ വരുമാനത്തെ ബേസ് ചെയ്തായിരിക്കും. ഒരുപക്ഷെ ഒരു കൺസ്യൂമർ ഒരു കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എത്ര EMI പേ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രതിമാസ വരുമാനം അനുവദിക്കുന്നു എന്നുള്ളതിന് ബേസ് ആയിരിക്കും. പ്രതിമാസ വരുമാനം ഒരു 50,000 റുപ്പീസ് പെർ മന്ത് വരുമാനം സാലറിയുള്ള ഒരാളെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ റീപേയ്മെൻറ്റ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് മാക്സിമം ഒരു പക്ഷേ 40% അഥവാ 20,000 റുപ്പീസ് ആയിരിക്കണം എന്നുണ്ട്. ഒരു പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയി നിന്ന് കഴിഞ്ഞാൽ ഒരു 5 ഇയർ EMI 12% ആ പേയ്മെൻറ്റ് ആയിരിക്കില്ല. ഇൻട്രസ്റ്റ് റേറ്റ് 8% മതി ബാങ്കിലെങ്കിൽ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഒരു പ്രതിമാസം വേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് 10,000 രൂപ എന്നുള്ളത് സെയിം 10,000 രൂപ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തുകൊണ്ട് കൂടിയ തുക ലോൺ എടുക്കാനുള്ള ഒരു സൗകര്യം കസ്റ്റമർക്ക്, സാധാരണ കൺസ്യൂമർക്ക് കിട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരുന്നാൽ ഡ്യൂറേഷൻ സെയിം ആയിരിക്കും, ഇൻസ്റ്റാൾമെൻറ്റ് സെയിം ആയിരിക്കും, ബാങ്കിൽ നിന്ന് കൂടുതൽ പണം ലഭിക്കാനിടയുണ്ട്. അങ്ങനെ പണം ചീപ്പ് റേറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ പണം കിട്ടുമെന്നറിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് കൂടുതൽ സാധനങ്ങൾ ബോറോ ചെയ്ത് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഈ ടെൻഡൻസി ഉണ്ടായാലും ഏതോ കമ്പനിയുടെ സെയിൽസാണ് വർദ്ധിക്കുന്നത്, ഏതോ കമ്പനിയുടെ ടേൺഓവറാണ് വർദ്ധിക്കുന്നത്, ഏതോ കമ്പനിയുടെ പ്രോഫിറ്റാണ് വർദ്ധിക്കുന്നത്. ഈ പ്രോഫിറ്റ് വർദ്ധിക്കുമ്പോൾ, ഈ സെയിൽസ് വർദ്ധിക്കുമ്പോൾ മറ്റ് ഏതോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏതോ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കമ്പനിയിലേക്ക് ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകാനിടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് പോകാനുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു പ്രധാന ഘടകമാണ്. മൺസൂൺ നല്ലതാണെങ്കിൽ ഒരു പ്രധാന ഘടകമാണ്. സ്റ്റേബിൾ ഗവൺമെൻറ് ആണെങ്കിൽ ഒരു പ്രധാന ഘടകമാണ്. ഇതിനെല്ലാം ഉപരി ഗ്ലോബൽ ഫാക്ടേഴ്സ്, ഗ്ലോബൽ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ്, ഒരുപക്ഷെ ഒരു സമാധാനമുള്ള അന്തരീക്ഷമാണോ ലോകത്തുള്ളത്, യുദ്ധങ്ങളൊന്നുമില്ലാത്ത, പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു കാലമാണോ ഉള്ളത്, അത് വളരെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ട്രേഡിനെ സംബന്ധിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതൊക്കെയാണ് ഈ തരത്തിലുള്ള ഘടകങ്ങൾ. ഇനി നമുക്ക് മറ്റെന്താ ചെയ്യാവുന്ന നല്ല ഒരു സെക്ടർ, ഏത് സെക്ടറായിരിക്കും നമുക്ക്, ഏത് കമ്പനിയാണെന്നുള്ളതിന് ഉപരിയായിട്ട് ഏത് സെക്ടറിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു പക്ഷേ മെറ്റൽ ഇൻഡസ്ട്രിയിലായിരിക്കുമോ, സ്റ്റീൽ സെക്ടറിലായിരിക്കുമോ, അലൂമിനിയം ഇൻഡസ്ട്രിയിൽ കമ്പനികളിലായിരിക്കുമോ, അതർവൈസ് IT കമ്പനികളിലായിരിക്കുമോ, ബാങ്കിങ് ഷെയറിലായിരിക്കുമോ, നമുക്ക് ടെക്സ്റ്റൈലിലായിരിക്കുമോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള പല ഓപ്പർച്യൂണിറ്റീസുകളിൽ ഏത് സെക്ടറായിരിക്കും ഇന്നത്തെ ഇൻഡസ്ട്രി. ഒരു പക്ഷേ ഹോട്ടൽ ബിസിനസ്സിലായിരിക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഒരു പക്ഷേ 1.5 വർഷത്തോളമായിട്ട് COVID-19 പിടിയിലാകപ്പെട്ടിരിക്കുകയാണ് ലോകം മുഴുവനായിട്ട്. ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രി ആയിരിക്കില്ലേ ഹോട്ടൽ ഇൻഡസ്ട്രി. ഒരു പക്ഷേ കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ഹോട്ടലുകൾ നേരെ പ്രവർത്തിക്കുന്നുണ്ടാവില്ല, നിങ്ങളെല്ലാവരും ടൂറിസം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവില്ല. ആ സെഗ്മെൻ്റ് എല്ലാം വളരെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യാൻ ചെയ്തിരിക്കുന്നതാണ്. അത് പിക്കപ്പ് ആവണമെങ്കിൽ കോവിഡിൻ്റെ സിറ്റുവേഷൻ പൂർണ്ണമായും ഒഴിവായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ട് എന്ന് മുന്നിൽ കാണുന്നത് വരെയും അത്തരം സെഗ്മെൻറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിവൃത്തിയില്ല.
ട്രാൻസ്പോർട്ടിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിവൃത്തിയില്ല, ടൂറിസത്തിൽ ചെയ്യാൻ നിവൃത്തിയില്ല, ഹോട്ടലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിവൃത്തിയില്ല, ഒരുപക്ഷെ ചില പ്രത്യേക റീറ്റെയിൽ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിവൃത്തിയില്ല. പക്ഷേ ഏതായിരിക്കാം ഈ സിറ്റുവേഷനിൽ ഏത് സെക്ടറിനായിരിക്കും കൂടുതൽ പ്രാധാന്യമുള്ളത്? ഒരുപക്ഷെ ഈ കോവിഡ് സിറ്റുവേഷൻ 2025 വരെ നിലനിന്നേക്കാവുന്ന ലോകാരോഗ്യ സംഘടന ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏത് സെക്ടറിലായിരിക്കാം വരും വർഷങ്ങളിൽ ലീസ്റ്റ് അഫക്റ്റഡ് ആയിരിക്കുക? ഒരുപക്ഷെ ബെനിഫിറ്റുള്ള സെക്ടർ ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെ ഏറ്റവും ഒരു ഈ പ്രത്യേക സാഹചര്യത്തിൽ അഫക്റ്റ് ചെയ്യാത്ത സെഗ്മെൻറ്റാണ്. IT-ക്ക് എങ്ങനെ ഉണ്ടാവും? ഇൻഫർമേഷൻ ടെക്നോളജിക്ക് എങ്ങനെ ഉണ്ടാവും? എന്തെങ്കിലും അഗ്രസീവായി യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടോ? യാത്ര ചെയ്യാൻ തടസ്സപ്പെട്ട് ഈ ഇൻഫർമേഷൻ ടെക്നോളജിയെ സഹായിക്കുകയാണോ അതോ ആയിട്ടാണോ അഫക്റ്റ് ചെയ്യുക? ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റും ഇൻഫർമേഷൻ ടെക്നോളജി ആയിരിക്കും ഒട്ടും തന്നെ അഫക്റ്റ് ചെയ്യാത്ത ഒരു മേഖല എന്നുള്ളത്. ഒരുപക്ഷെ ഒരു കൾച്ചർ, എംപ്ലോയീസ് എല്ലാം അവരവരുടെ വീടുകളിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു കൾച്ചർ വന്നിട്ടുണ്ടാവും. ഈ കൾച്ചർ വന്നതുകൊണ്ട് മറ്റൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവും. ഈ കൾച്ചർ വന്നതുകൊണ്ട് മെട്രോ സിറ്റികളിലേക്ക്, ബാംഗ്ലൂർ പോലുള്ള മെട്രോ സിറ്റികളിലേക്ക് നമ്മുടെ യുവജനങ്ങൾ താമസം മാറുകയും അവിടുത്തെ ഫ്ലാറ്റുകളിൽ ഹൈ റെൻറ്റ് കൊടുത്തിട്ട് താമസിക്കുകയും 10,000-കണക്കിന് ആളുകൾ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്ന സാഹചര്യവും അതിനകത്ത് വലിയ ഷോപ്പിംഗ് മാളുകൾ ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത വർഷങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങൾ മുതൽ ആ ഫ്ലാറ്റുകളെല്ലാം വെക്കേറ്റ് ആവുകയും ആ വലിയൊരു യങ് പോപ്പുലേഷൻ മുഴുവനും അവരവരുടെ വീട്ടിലേക്ക് ചുരുങ്ങുകയും അവർ വീടുകളിലിരുന്ന് ജോലി ചെയ്യുകയും ചെയ്തപ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ബിഗ് മെട്രോയിലുള്ള റിയാലിറ്റി ബിസിനസ്സിനെ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അവിടെ പണിതുയർത്താൻ പോകുന്ന വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾക്ക് ഡിമാൻഡ് ഇല്ലാതാവും. അവിടെ വെക്കേറ്റ് ആവുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് അവരുടെ ഹൗസ് ഓണേഴ്സിന് റെൻറ്റ് കിട്ടാതാവും. ഒരുപക്ഷെ റെൻറ്റ് കുറഞ്ഞെന്നിരിക്കാം, അല്ലെങ്കിൽ അത് മുഴുവൻ തന്നെ വലിയ തോതിൽ വെക്കേറ്റ് ചെയ്യപ്പെട്ടെന്നിരിക്കാം. അങ്ങനെ ഒരു സാഹചര്യം അതിനടുത്തുള്ള ഷോപ്പിംഗ് മാളുകൾ, ആഡംബര ഷോപ്പിംഗ് മാളുകൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതി ഉണ്ടായെന്നിരിക്കാം. ഒരുപക്ഷെ മെട്രോ ആശ്രയിച്ചുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് ഒരുപക്ഷെ അതൊരു നെഗറ്റീവായെന്നിരിക്കാം. നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ആർക്കും ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ ആയിരിക്കാം സംഭവിക്കാൻ പോകാം. അപ്പോൾ ഈ ഇൻഡസ്ട്രിക്ക് എന്തായിരിക്കും? മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വീടുകളിലേക്ക് കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം കൂടിയിട്ടുണ്ടോ? ഒന്നിൽ കൂടുതൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന വീടുകൾ നിങ്ങളിൽ ഓരോരുത്തരുടെയും, നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരുടെയോ നിങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലോ ഉണ്ടായിട്ടുണ്ടോ ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത്തരം ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന കമ്പനികളുടെ സ്കോപ്പ് എന്താണെന്ന് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതുണ്ട്. സോഫ്റ്റ്വെയർ കമ്പനികളുടെ സ്കോപ്പ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് ലീസ്റ്റ് അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ ആണെന്ന് ചിന്തിക്കുക. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് എന്തായിരിക്കാം സാധ്യതയുള്ളത്? കെമിക്കൽ കമ്പനികൾക്ക് സാധ്യത എന്തായിരിക്കാം? ഒരുപക്ഷെ ലബോറട്ടറീസിൻ്റെ സാധ്യത എന്തായിരിക്കാം? ഓർഗനൈസ്ഡ് ലബോറട്ടറി കമ്പനികൾ നമുക്ക് ധാരാളമുണ്ട്. അത്തരം കമ്പനികളുടെ സാധ്യത എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇവയെല്ലാം വർദ്ധിച്ചുകൊണ്ട് ആളുകൾ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കുന്നു. മറ്റെല്ലാം മാറ്റിവെച്ച് ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയിലേക്ക് മനുഷ്യന്മാരായിരിക്കുന്നു, ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കുന്നു. ആ സെക്ടർ എങ്ങനെ ഉണ്ടാവും? ആ സെക്ടറിൽ ഏതൊക്കെ നല്ല കമ്പനികളുണ്ടാവുക? നമുക്ക് ചിന്തിക്കാം. സെക്ടർ തിരഞ്ഞെടുക്കാൻ സാധിക്കാവുന്ന ചില വഴികളാണിത്. ഒരുപക്ഷെ ലാബ് ടെസ്റ്റുകൾ ധാരാളം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? രോഗത്തെക്കുറിച്ച് ഭയം ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ പത്തോളജി ടെസ്റ്റുകൾ ധാരാളം നടത്തേണ്ട ആവശ്യമുണ്ടോ? അതിനകത്ത് ലിസ്റ്റഡ് കമ്പനികളുണ്ടോ? നമുക്ക് പറ്റിയതായ ലിസ്റ്റഡ് കമ്പനികൾ ധാരാളമുണ്ടോ? ഷുഗർ കമ്പനികൾ എങ്ങനെ ഉണ്ടാകും? അഫക്റ്റ് ചെയ്യുന്നതാണോ? അഗ്രികൾച്ചർ ബേസ്ഡ് ചില കമ്പനികൾ പാൻഡമിക് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഒരുപക്ഷെ ഏറ്റവും ലീസ്റ്റ് അഫക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ വില്ലേജുകളിൽ അല്ലെങ്കിൽ അഥവാ ഫാമിംഗ് ഇൻഡസ്ട്രീനായിരിക്കും തീർത്തും അഫക്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു ഏരിയ ആയിരിക്കും. അതിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ടുകളെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടില്ലായിരിക്കും. ഒരുപക്ഷെ പെട്രോൾ ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് എന്തായിരിക്കും സംഭവിക്കുക? പറഞ്ഞ പോലെ ഷുഗർ കമ്പനികൾക്ക് എന്തായിരിക്കും? ഇത്തരം സെക്ടറുകൾ കണ്ടു. അപ്പോൾ ഒരു ബെസ്റ്റ് 1-2 സെക്ടർ കണ്ടുപിടിക്കുക. ഏത് സെക്ടറിലുള്ള ഏത് തരം കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആദ്യമേ തീരുമാനിച്ചിട്ട് ശേഷം മാത്രം വേണം ഏത് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ന് തീരുമാനിക്കാം. അപ്പോൾ ഫസ്റ്റ് ഏത് സെക്ടറിലാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഏത് സെക്ടറാണ് ഇന്നത്തെ ബിസിനസ്, ഏത് സെക്ടറാണ് നാളത്തെ ബിസിനസ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ആദ്യം വിജയിക്കുന്നത്. രണ്ടാമത്, ആ സെക്ടറിൽ ലീഡിങ് പ്ലെയറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, അതിൽ ഏറ്റവും വില കുറഞ്ഞ ഷെയർ പോയി വാങ്ങിക്കളയാം. 10 രൂപയ്ക്ക് കിട്ടുന്ന ഷെയർ ഉണ്ടോ, 7 രൂപയ്ക്ക് കിട്ടുന്ന ഷെയർ ഉണ്ടോ, 15 രൂപയ്ക്ക് കിട്ടുന്ന ഷെയർ ഉണ്ടോ എന്ന് ഒരു ടെൻഡൻസി സാധാരണ സ്മോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ അഥവാ ബിഗിനേഴ്സിൻ്റെ കയ്യിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ജസ്റ്റ് ആ ഒരു ടെൻഡൻസി നമ്മൾ ഓവർകം ചെയ്തേ പറ്റൂ.
ലീഡിങ് പ്ലെയേഴ്സ് കഴിയുമെങ്കിൽ ഏറ്റവും വലിയ ആ സെക്ടറിലെ ഏറ്റവും വലിയ 3 പ്ലെയേഴ്സിനെങ്കിലും തിരഞ്ഞെടുക്കുക. അതിൽ താഴെയുള്ളത് തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ റിസ്ക്കാണ്. ഏറ്റവും വലിയ പ്ലെയേഴ്സിനെ തിരഞ്ഞെടുക്കുക. അതിൽ നിങ്ങൾക്ക് പറ്റിയ കമ്പനിയാണെന്ന് നോക്കുക. അവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അവരുടെ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ പരിശോധിക്കാനായിട്ട് നമുക്ക് വെബ്സൈറ്റ് NSEindia.com പരിശോധിക്കാം, മണി കൺട്രോളിൽ പരിശോധിക്കാം, സ്ക്രീനർ സ്റ്റോക്സിൽ പരിശോധിക്കാം. കഴിഞ്ഞ ഏതാനും ക്വാർട്ടർ ബൈ ക്വാർട്ടറിലെ സെയിൽസ് ഗ്രോത്ത് ആണോ, നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ആണോ നമുക്ക് പരിശോധിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം അതിൻ്റെ ടെർമിനോളജികൾ അല്ലെങ്കിൽ ഓരോ ടെർമിനോളജിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വളർച്ച എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഷെയർസ് സെലക്ട് ചെയ്യാനായിട്ട് 2-3 ഈ പ്രധാനപ്പെട്ട സെക്ടറിൽ 2-3 കമ്പനികൾ തിരഞ്ഞെടുത്തു. അതിൽ നിന്ന് 1-2 കമ്പനികൾ അല്ലെങ്കിൽ 1-2 സെക്ടറിൽ നിന്ന് ഓരോ കമ്പനികൾ തന്നെ തിരഞ്ഞെടുത്തു. അടുത്ത ഘട്ടം നമ്മൾ 4-5-6 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഡെഫിനറ്റ്ലി ഒന്നിൽ കൂടുതൽ സെക്ടറിലും ഒന്നിൽ കൂടുതൽ കമ്പനികളിലും സ്പ്ലിറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഒരു കൺഫർമേഷൻ പൂർണ്ണമായും ഇല്ലാത്തൊരു മേഖല ആയതുകൊണ്ട്. എൻ്റെയർ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ഫണ്ടും ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന മുഴുവൻ ഫണ്ടും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ കമ്പനികളിലേക്ക് നമ്മുടെ ഫണ്ട് അലോക്കേഷൻ മാറ്റേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പല കമ്പനികളിലേക്ക് നമ്മൾ ഫണ്ട് അലോക്കേഷൻ മാറ്റിയാൽ എന്ത് സംഭവിക്കും? പല കമ്പനികളിലേക്ക് ഫണ്ട് അലോക്കേഷൻ മാറ്റുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ചില കമ്പനികളുടെ ഷെയർസൊക്കെ അപ്വേർഡ് മൂവ്മെൻറ്റ് കാണിക്കും, ചില കമ്പനികളുടെ ഷെയർസൊക്കെ ഡൗൺവേർഡ് മൂവ്മെൻറ്റും കാണിക്കാനിടയുണ്ട്. നമ്മളിൽ ഓരോരുത്തരും ബേസ് സ്കൂൾ മുതൽ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ബൈയിങ് പ്രൈസിൽ നിന്ന് അപ്വേർഡ് കിട്ടുന്നത് എത്രയാണോ പ്രോഫിറ്റ്, ലാഭം വരുമ്പോൾ സെല്ല് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 10 കമ്പനികളുടെ ഷെയർ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 5 കമ്പനികൾ ഓൺ ആവറേജ് നമുക്ക് സമയെടുക്കാം. 5 കമ്പനികളുടെ ഷെയർസ് അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടായി, 5 കമ്പനികളുടെ ഷെയർസ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഉണ്ടായി. നമ്മൾ എന്ത് ചെയ്യും? അപ്വേർഡ് മൂവ്മെൻറ്റായ ഷെയർ 50 രൂപയ്ക്ക് വാങ്ങിച്ചു 60 രൂപയായി സെല്ല് ചെയ്യും. 100 രൂപയ്ക്ക് വാങ്ങിച്ചു 115 രൂപയായി അത് സെല്ല് ചെയ്യും. 200 രൂപയ്ക്ക് വാങ്ങിച്ചു 220 രൂപയായി അത് സെല്ല് ചെയ്യും. മറ്റു ചില ഷെയറുകൾ 60 രൂപയ്ക്ക് വാങ്ങിച്ചു 40 രൂപയായി അത് കുറച്ചുകൂടി വാങ്ങും. വേറെ ഷെയർ 100 രൂപയ്ക്ക് വാങ്ങിച്ചു 75 രൂപയായി അത് കുറച്ചുകൂടെ വാങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അറിയാതെയെങ്കിലും കുറച്ച് നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോയി അതെല്ലാം നമ്മൾ ഒഴിവാക്കും. നമ്മൾ അറിയാതെയെങ്കിലും ചില മോശം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും, അത് തന്നെ തിരിച്ചു പിടിക്കാൻ നോക്കും. അങ്ങനെ ആവശ്യമില്ല. ഈ നിങ്ങൾ ഏത് കമ്പനിയിലാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയുടെ ഏത് കമ്പനിയുടെ ഷെയർ ആണോ അപ്വേർഡ് മൂവ്മെൻറ്റ് കാണിക്കുന്നത്, കഴിയുന്നത്ര അത് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റ് കാരണങ്ങളൊന്നും കാണാത്തിടത്തോളം കാലം ആ ഷെയർസ് ഹോൾഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഷെയർസിന് വീണ്ടും കുറച്ചുകൂടി വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഒരുപക്ഷെ ഏതെങ്കിലും കമ്പനിയിൽ നിങ്ങളുടെ തീരുമാനം തെറ്റായി പോയെന്ന് മാർക്കറ്റ് സാക്ഷ്യപ്പെടുത്തുകയാണ്, മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നത്, ആ ഷെയറുകൾ ആ കമ്പനിയുടെ ഷെയർ വാല്യൂ പോവുകയാണ്. ഒരിക്കലും ആ ഷെയർ പോയി വീണ്ടും കുറച്ചുകൂടി വാങ്ങിയേക്കാം എന്ന് വിചാരിക്കരുത്. അത് ആവറേജ് ചെയ്യാനൊരു വാക്ക് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊരിക്കലും തന്നെ ആവശ്യമില്ല. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടോട്ടൽ പ്രോഫിറ്റാണ് ഉണ്ടാക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ ഷെയർ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആനുവലി നമ്മൾ പലതരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആനുവലായിട്ട് നമുക്ക് 1 ലക്ഷം ലാഭം കിട്ടിയിട്ടുണ്ടോ, ആനുവലായിട്ട് 2 ലക്ഷം കിട്ടിയിട്ടുണ്ടോ, ആനുവലായിട്ട് നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. ആ ഓരോ കമ്പനിയിൽ നിന്നും ലാഭം തന്നെ എടുത്തോളണം എന്ന് നിർബന്ധം വാശി പിടിക്കാൻ പാടില്ല. അങ്ങനെ പിടിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ്. ഈച്ച് ആൻഡ് എവരി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റിലായിരിക്കുന്ന ഒരു വ്യക്തി പോലും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല എന്നുള്ള സത്യം നമ്മളെല്ലാവരും തിരിച്ചറിയണം. അപ്പോൾ അതിന് എല്ലാ കമ്പനികളിൽ നിന്ന് ലാഭം എടുക്കാനായിട്ട് ഉള്ള ടെൻഡൻസി പല ആളുകൾക്കും ഉണ്ട്. ഏതെങ്കിലും ഷെയർസ് ലോസ് ഉണ്ടായി അത് ലാഭം ഉണ്ടാക്കാനായിട്ട് 100 രൂപയ്ക്ക് വാങ്ങിച്ചു ഷെയർ 80 രൂപയ്ക്ക് കുറച്ചുകൂടി വാങ്ങിച്ചു, 80 നിന്ന് 60 പോകുമ്പോൾ കുറച്ചുകൂടി വാങ്ങിച്ചു, 50 നിന്ന് 40 പോകുമ്പോൾ അതിൻ്റെ ഇരട്ടി വാങ്ങിച്ചു, 40 നിന്ന് 30 ആകുമ്പോൾ അതിൻ്റെ 4 ഇരട്ടി വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചിട്ട് ലാഭം ഉണ്ടാകുന്ന ടെൻഡൻസിക്ക് പറയുന്നൊരു പേരുണ്ട്, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമർപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു പഴയ ചൊല്ലുണ്ട്, ഏത് പാമ്പ് ആരയിൽ നിന്നാണോ നമുക്ക് തിരിച്ചറിയട്ടെ അവനിൽ നിന്ന് തന്നെ പ്രോഫിറ്റ് തിരിച്ചു മേടിക്കുന്നത്. ഒരു തരം യുദ്ധം സ്റ്റോക്ക് മാർക്കറ്റായിട്ട് നമ്മൾ നടത്താൻ ഇടയുണ്ട്. അത് ഏറ്റവും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ബാലപാഠം തന്നെയാണത്. ഓരോ കമ്പനിയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. മറ്റൊരു ഭാഗം പറയാനുള്ളത്, തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെല്ലാം വിശദീകരണങ്ങൾക്ക് അപ്പുറവും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ടാണ് എടുക്കാവൂ. എൻ്റേത് പ്രത്യേകിച്ച് ഉപദേശങ്ങളൊന്നും ഒരു ടിപ്പായിട്ട് എടുക്കാൻ പാടില്ല. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് മാത്രമേ എടുക്കാവൂ. താങ്ക് യു.